ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പള്ളിയുടെ ഇങ്ങനെ നടന്നു. പള്ളി നോക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരിങ്ങനെ പള്ളിക്ക് തിരിക്കുന്നു. അസമയം എന്ന് പറഞ്ഞാൽ പാതിരാത്രി 12 മണിയല്ല, രാവിലെ നോക്കുമ്പോൾ 9 മണി 10 മണി സമയത്ത് ഒരു ചെറുപ്പക്കാരൻ ആള് പള്ളിക്കൊക്കെ തിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, എന്തേ ഈ സമയത്ത് തിരിക്കുന്നത് നബിയേ? വലിയ കടവാ നബിയേ, സമ്പത്ത് മുഴുവനും കച്ചവടം മുഴുവനും തകർന്നുപോയി നബിയേ, ഒരുപാട് കടമായി, എനിക്ക് പേടിയാ നബിയെ, കടക്കാരനായിട്ട് മരണപ്പെട്ടു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു നബിയെ, എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണം, എനിക്ക് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരണം. പള്ളിക്കകത്തിരുന്നു കൊണ്ടൊരു സഹാബി പറയുമ്പോ മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തു. ആ സഹാബിക്ക് കടം മാറാനുള്ള വഴിയും പറഞ്ഞു കൊടുത്തു, കടക്കാരനായിട്ട് മരിക്കാതിരിക്കാനുള്ള വഴിയും പറഞ്ഞു കൊടുത്തു. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. രണ്ടും പറഞ്ഞു കൊടുത്തു. നമ്മളൊന്നും പഠിക്കുന്നില്ല. ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു കൊടുത്തു, നിന്റെ കടം മാറണോ? നിന്റെ കടം മാറണോ? കടം മാറാനും നിനക്ക് അല്ലാഹു ബറക്കത്ത് നൽകാനും ഒരു നന്മ ചെയ്താൽ മതി. അല്ലാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. പറഞ്ഞു തരട്ടെ, നിങ്ങൾ ചെയ്യോ? നിനക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി, എനിക്ക് ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നീ ചെയ്, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. കടം മാറണോ? ഇപ്പൊ നിങ്ങൾ ചോദിക്കും, എന്റെ പൊന്നു സിറാജ് ഉസ്താദ്, എനിക്ക് 1 രൂപയുടെ കടം പോലും ഇല്ലല്ലോ. എടാ, നിന്നെ എത്തിയും കാണാനൊക്കെ അള്ളാഹിക്ക് നിസ്സാര മിനിറ്റ് പോരെ. ഇന്നത്തെ കോടീശ്വരനായ നിന്നെ നാളെ വൈകുന്നേരം ആക്കുമ്പോ ഒന്നുമില്ലാതാക്കാൻ അള്ളാഹിക്ക് പറ്റുമല്ലോ. ഞാനിപ്പോ ഇങ്ങോട്ട് വരുമ്പോ ഒരു ഉപ്പ എന്നോട് പറഞ്ഞു, ഉസ്താദ്, എന്റെ മകൻ 4 മാസം കണ്ടായിട്ട് എനിക്കിങ്ങനെ കേട്ടപ്പോ സത്യം പറഞ്ഞ ഞാൻ ചിന്തിച്ചു പോയി. തലച്ചോറെടുത്തിട്ട് കാലിലെങ്ങാണ്ട് വെച്ചേക്കാന്ന ഉപ്പ പറഞ്ഞേ. തന്റെ മകന്റെ തലച്ചോറെടുത്ത് കാലിൽ എന്തോ സർജറി കഴിഞ്ഞിട്ട് ബോധമില്ലാതെ കിടക്കാന്ന്, എത്രയോ മാസങ്ങളായിട്ട്. ഇന്ന് രാവിലെ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്നു. അള്ളാഹു ഈ ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ, അള്ളാഹു ശിഫാ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, എത്ര വലിയ കോടീശ്വരനെയും ലൈൻ ശകർത്തും ലഅസീദന്നകും വലൈൻ കഫർത്തും ഇന്ന അദാബി ലശദീദ്, അള്ളാഹിക്ക് തരാൻ മാത്രമല്ല അറിയണേ, അള്ളാഹിക്ക് തിരിച്ചെടുക്കാനും അറിയാം. അള്ളാഹു കാക്കുമാറാകട്ടെ. കടത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുന്നു. പൈസ ചെലവില്ല, ഉറക്കമൊഴിയണ്ട, കഷ്ടപ്പാടില്ല, ഒരൊറ്റ നന്മ ചെയ്ത കടത്തിൽ നിന്ന് രക്ഷപ്പെടും, അല്ലാഹു ബറക്കത്ത് ചെയ്യുമെന്ന് നബിയിന റസൂലുള്ളാഹി. അപ്പൊ ഇനി പറ, വേണോ വേണ്ടേ? വേണോ വേണ്ടേ? വേണമെന്നുള്ളവരൊക്കെ കൈപൊക്കാൻ ആദ്യം പറ. ബറക്കത്ത് ഓസിന് കിട്ടത്തില്ലല്ലോ. പൊക്കാത്ത നീ ഇരുന്നോ, നീ ഈ കൈ പൊക്കിയിട്ട് തെണ്ടിയാ മതി. അള്ളാഹു കാക്കുമാറാകട്ടെ. ചിലര് പറയുന്ന, ഉസ്താദെ ഞാൻ പൊക്കത്തില്ല, ഞാൻ പിരിവെടുത്ത് ജീവിച്ചോളാം, പള്ളിയുടെ മുമ്പിൽ പോയിരുന്ന് ഞാൻ യാചിച്ച് ജീവിച്ചോളാം. അപ്പൊ ഉസ്താദ് പറഞ്ഞു, റമളാൻ ആയി കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിൽ നിന്ന് നാട്ടുകാർ ഇങ്ങോട്ട് വരും, പിരിവല്ലേ ഉദ്ദേശിച്ച് അല്ലേ? പല നാടുകളിൽ നിന്ന് സക്കാത്തും സദക്കയും മേടിക്കാൻ വല്ലപ്പുഴയിലേക്ക് ആൾക്കാർ വരുമെന്ന്. അല്ല വിചാരിച്ച ഈ കൈ പൊക്കാത്ത നിന്നെ ഇതിൽ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റും. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. ബറക്കത്ത് വേണോ? ഉറക്കപ്പറ വേണോ? ഉറക്കപ്പറ വേണോ? വേണം. മക്കൾക്ക് ബോധമുണ്ടടാ, വാപ്പായ്ക്ക് ബോധമില്ലടാ. അള്ളാഹു കൊടുക്കുമാറാകട്ടെ. കാരണം ഓനറിയാം, പഠിച്ചവരെ ഉസ്താദ്, ഞാനൊരു ഷവായി ചോദിച്ചാലും ഒരു ഷവർമ ചോദിച്ചാലും വലിയ പാടാ. കാരണം വാപ്പാടയിൽ പൈസ ഇല്ല, അത് കുട്ടികൾക്ക് മനസ്സിലായി, പക്ഷെ വാപ്പായ്ക്ക് ഇതുവരെ തിരിഞ്ഞിട്ടില്ല. അള്ളാഹു ആ മനുഷ്യന് ഹിദായത്ത് കൊടുക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും തന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, ഒരാള് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി തന്റെ വീട്ടിലേക്ക് മടങ്ങി ചെല്ലുമ്പോൾ, ആ വീട്ടുകാരോട്, നിന്റെ ഭാര്യയോട്, നിന്റെ മക്കളോട്, ആ വീട്ടുകാരോട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു എന്ന് നീ സലാം പരിപൂർണമായി പറഞ്ഞാൽ അല്ലാഹു നിനക്ക് ബറക്കത്ത് ചെയ്യും എന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്ത് ചെയ്യാനാ പറഞ്ഞത്? എന്ത് ചെയ്യാനാ പറഞ്ഞത്? പറയടോ, എന്ത് ചെയ്യാനാ പറഞ്ഞത്? സലാം. എങ്ങനാ സലാം പറയുന്നത് ഒന്ന് പറഞ്ഞ്. സലാം 3 രീതിയിലാ ഉള്ളത്. 1 അസ്സലാമു അലൈക്കും, 2 അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, 3 അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആ സലാമിലും പിശുക്ക് കാണിക്കുന്നവരാ നമ്മള്. ആ സലാമിൽ പോലും പിശുക്ക് കാണിക്കുന്നവരാ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മഹാനായ ഇബ്നു റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു കൊടുത്തു, നീ നിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നാൽ നീ നിന്റെ വീട്ടുകാരോട് സലാം പറയണേ. നീ നിന്റെ വീട്ടുകാരോട് സലാം പറയണേ. സലാം പരിപൂർണമായി പറഞ്ഞാൽ
അല്ലാഹു നിനക്കും നിന്റെ വീട്ടുകാർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സലാം പറഞ്ഞാൽ മതി, അല്ലാഹു നമ്മുടെ ദാരിദ്ര്യം മാറ്റും, അല്ലാഹു നമുക്ക് ബർക്കത്ത് നൽകും, നമ്മുടെ കടം വീട്ടാനുള്ള വഴി അല്ലാഹു തുറന്നു തരും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളാരാ സലാം സ്വന്തം പെണ്ണുമ്പിള്ള എടുത്ത് പോലും പറയാത്ത ടീമാ. ഇന്ന് വഴുത് കഴിഞ്ഞു. എന്തായാലും വീട്ടിൽ പോകുമ്പോ ഈ ചങ്ങാതി പറഞ്ഞതല്ലേ, പെണ്ണുമ്പിള്ള സീരിയലും കണ്ടുകൊണ്ട് അവിടെ ഇരിപ്പുണ്ട്. നീ ഇന്ന് രാത്രി ഒരു 11 മണിക്ക് നിന്റെ വീട്ടിലേക്ക് കയറി ചെന്നിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു എന്ന് നീ പറഞ്ഞ നിന്റെ പെണ്ണുമ്പിള്ള വിചാരിക്കും ഈ മനുഷ്യൻ എന്ത് പറ്റിയല്ല, നല്ല കൊലത്തിൽ പോയതാണല്ലോ, തിരിച്ചു വന്നപ്പോ എന്ത് പറ്റിയെന്ന്. ഇതാണ് നമ്മുടെ അവസ്ഥ. നിങ്ങളും അങ്ങനെ തന്നെ. നിങ്ങൾ എങ്ങാനും പറഞ്ഞ നാളെ രാവിലെ ഖത്തീബിന്റെ അടുത്ത് പോകണം എന്ന് ചിന്തിക്കും ഭർത്താവ്. കാരണം ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. നമ്മുടെ അവസ്ഥ ഇതാ. ഞാൻ പറഞ്ഞു വന്നത്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ സാമീപ്യം കിട്ടാൻ, അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കാൻ കഴിയുന്ന വഴിയാണ് സുജൂദ്. ആ സുജൂദിൽ കിടന്നിട്ട് അല്ലാഹുവിനോട് പറയണം, പടച്ചവനെ എന്റെ കടം മാറ്റണം തമ്പുരാന്, എനിക്ക് ജോലി വേണം തമ്പുരാന്, എനിക്ക് മക്കളെ വേണം തമ്പുരാന്, എന്റെ രോഗം മാറ്റണം തമ്പുരാന്, സ്വന്തമായിട്ടൊരു വീട് തരണം തമ്പുരാന്, എന്റെ സമാധാനമുള്ള ജീവിതം വേണം പടച്ചവന്, എന്റെ മക്കളെ നന്നാക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, സുജൂദിൽ കിടന്നുകൊണ്ട് പടച്ച റബ്ബിനോട് ദുആ ചെയ്യൂ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ പറഞ്ഞത്, അഖറബു മാ യകൂനുൽ അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദാ ഫഅക്സിറു ദുആ. നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, നിങ്ങൾ അല്ലാഹുവിനോട് നിങ്ങൾ അധികമായിട്ട് അവിടെന്ന് ദുആ ചെയ്യൂ. ആ ദുആ ചെയ്യുമ്പോ നിങ്ങളുടെ ദുആയിക്ക് ഉത്തരമുണ്ടെന്ന് പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ ഇത്രയും വലിയ അവസരം പാഴാക്കി കളയില്ലേ, ഈ അവസരം നിങ്ങൾ പാഴാക്കി കളയല്ലേ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നിലഞ്ഞു നടക്കണ്ട. പടച്ചവനെ ഉസ്താദേ, എനിക്കും ആരോഗ്യമുണ്ടല്ലോ, എനിക്ക് രോഗമില്ലല്ലോ, എനിക്ക് വീടുണ്ടല്ലോ, എനിക്ക് മക്കളുണ്ടല്ലോ, എനിക്ക് ജോലിയുണ്ടല്ലോ, എനിക്ക് ആരോഗ്യമുണ്ടല്ലോ, എനിക്കൊന്നിനും കുറവില്ലല്ലോ. ഈ മനുഷ്യ ഒറ്റ നിമിഷം കൊണ്ട് സർവ്വതമ തകർത്ത് തരിപ്പണമാക്കാൻ അല്ലാഹുവിന് കഴിയുമല്ലോ. ഇന്ന് ഞാൻ ഇങ്ങോട്ട് ട്രെയിനിൽ വരുമ്പോ പടച്ചവനെ കുറ്റിപ്പുറത്തിന്റെ പരിസരത്തുള്ള ഒരു മനുഷ്യനെ കാണുകയാണ്. തിരുവനന്തപുരം RCCയിൽ നിന്ന് വരികയാണ്. കയ്യിലൊക്കെ വല്ലാതെ സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നു, മുഖത്ത് വല്ലാത്ത നീരുണ്ട്, കാലിൽ വല്ലാത്ത നീരുണ്ട്. പടച്ചവനെ, ആ മനുഷ്യനെ ഇങ്ങനെ പുതപ്പിച്ച് കടത്തിയിരിക്കുകയാ. കൈകാലുകൾ വിറയ്ക്കുന്നുണ്ട്, എന്തൊക്കെയോ പറയുന്നുണ്ട്. കണ്ടിട്ട് സങ്കടം തോന്നി പടച്ചവര്. അപ്പോഴാണ് പടച്ചവനെ അവിടെ നിന്ന് പറയുന്നത്, ഉസ്താദ് കീമ കഴിഞ്ഞിട്ട് വരികയാണ് RCCയിൽ നിന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, അതിന്റെ വേദന സഹിക്കാൻ കഴിയാതെ ആ മനുഷ്യൻ കിടന്നു പിടയുകയാ. പടച്ചവരെ, അവിടെ നിന്ന് പൊന്നുമകം പറഞ്ഞു, ഉസ്താദേ, ചിരിച്ചു കളിച്ച് നടന്ന മനുഷ്യനാണ്. അടാ ഒരു ദിവസം പെട്ടെന്ന് ഛർദ്ദിക്കാൻ തുടങ്ങി. പടഞ്ഞു, പെങ്ങളാരും എനിക്ക് ഭക്ഷണം മേടിച്ച് തരാത്തത് കൊണ്ടാണ് ഞാൻ ഛർദ്ദിക്കുന്നത്. ഇതുപോലെ പറഞ്ഞു അവസാനം ടെസ്റ്റ് ചെയ്തപ്പോഴാണ് അവിടെ അറിയാൻ പറ്റിയത്, എന്റെ പ്രിയപ്പെട്ട ഉപ്പാ സർവ്വതമ തകർത്ത് തരിപ്പണമാക്കി നിന്റെ കുടുംബത്തിന്റെ സന്തോഷം നഷ്ടപ്പെടുത്തി കളയാറ്. പടച്ചറപ്പിന് ഒരുപാട് സമയം വേണ്ടല്ലോ. അതാ മാസങ്ങൾക്ക് മുമ്പല്ലേ ഒരു കുഞ്ഞിന്റെ ഒരു ഇഞ്ചക്ഷന് വേണ്ടി കോടികളല്ലേ പടച്ചവര്, 16 or 18 കോടി രൂപയാണ് ഒരു കുഞ്ഞിനൊരു ഇഞ്ചക്ഷന് വേണ്ടി നമ്മൾ പിരിവെടുത്തു കൊടുത്തത്. ഇതൊക്കെ കണ്ടിട്ട് പഠിക്കുന്നില്ലല്ലോ. അതാ വല്ലപ്പുഴയിൽ നീ വാങ്ങിയിട്ടിരിക്കുന്ന വസ്തുക്കളും നിന്റെ കൊട്ടാരവും, എടാ നിന്റത് മാത്രമല്ലടാ, ഈ നാട്ടിലെ എത്ര പേരുടെ വീട് വിറ്റാലാണ് 18 കോടി രൂപ കിട്ടുക. ഇതുപോലെ ഒരു രോഗമെങ്ങാടും അല്ലാഹു നിനക്കോ നിന്റെ ഭാര്യക്കോ നിന്റെ മക്കൾക്കോ നിന്റെ കൂടപ്പുറപ്പിനോ തന്നാ സർവ്വതം തകർന്ന് തരിപ്പണമാക്കിയിട്ട് പള്ളിയുടെ മുന്നിൽ പോയിരുന്നു യാചിക്കണ്ടേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവെ മറന്നു നടക്കല്ലേ.
അല്ലാഹുവിനെ മറന്ന് നിങ്ങൾ നടക്കല്ലേ. പടച്ചവനോട് നന്ദി രേഖപ്പെടുത്തു. അഹങ്കാരികളും ധിക്കാരികളും മാറരുത്. അഹങ്കാരികളും ധിക്കാരികളും മാറരുത്. പടച്ചവനെ ഇന്ന് വാതിൽ വന്നിട്ട് ഒരുപാട് ഉപ്പമാരെ കണ്ടു, ചെറുപ്പക്കാരെ കണ്ടു, ചെറിയ കുട്ടികളെ വരെ കണ്ടു. ഒരാളും ഉസ്താദിന് സുഖമാണോ എന്ന് ചോദിച്ചില്ല. ഉസ്താദിന്റെ ഭാര്യ മക്കള് സുഖമായിരിക്കുന്നു എന്ന് ചോദിച്ചില്ല. കണ്ടവര് മുഴുവനും പറഞ്ഞത് ഉസ്താദേ കടമാണ്, രോഗമാണ്, ദുഃഖമാണ്, വേദനയാണ്, മക്കളെ നന്നാകണം. എല്ലാവരും ദുആ കൊണ്ടാ വസിയ്യത്ത് ചെയ്തത്. ഒരാൾ പോലെ സുഖമാണെന്ന് എന്നോട് ചോദിച്ചില്ല. ഞാൻ പരാതി പറഞ്ഞതല്ല, ഞാൻ ഒരിക്കലും പരാതി പറഞ്ഞതല്ല. പടച്ചവനെ ഇതുപോലെ നൂറുകണക്കിന് പ്രയാസവുമായി നടക്കുന്നവരാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, പരിഹാരം വേണോ, പരിഹാരം വേണോ. രണ്ട് വഴികളേ ഉള്ളൂ, രണ്ട് വഴികളേ ഉള്ളൂ. ഒന്ന് സുജൂദിൽ കിടന്നിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യൂ. നിങ്ങൾ അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദിൽ കിടന്നിട്ട് 40 പേരോട് കടമാണ്, കടമാണ്, രോഗമാണ്, പ്രയാസമാണ്, വീടില്ല, മക്കളില്ല എന്ന് കാണുന്നവരോട് മുഴുവനും പറയുന്നതിന് പകരം ഒരൊറ്റ പ്രാവശ്യം സുജൂദിൽ കിടന്നിട്ട് പടച്ച റബ്ബിനോട് പറ, അല്ലാഹ് പടച്ചവനെ രോഗം തരുന്നവൻ നീയാണല്ലാ, നിനക്ക് മരുന്ന് വേണ്ടല്ലോ അല്ലാ, ശിഫയാക്കണേ അല്ലാ, എന്റെ മക്കളെ നന്നാക്കണേ അല്ലാ, കടക്കാരനായി മരിക്കാൻ പേടിയല്ലോ, എന്റെ കടം വീട്ടാൻ ഒരു വഴി തുറന്നതാ അല്ലാ. വർഷങ്ങളായി റബ്ബേ മക്കളില്ലാതെ വല്ലാതെ പ്രയാസത്തിലാണല്ലോ, ശിഫ തരണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, ഇന്നും എന്റെ ഒരു കുടുംബത്തില് എന്നെ വല്ലാതെ സ്നേഹിക്കുന്ന ഒരു സഹോദരിയാണ്, പൊട്ടിക്കരയുകയാണ്. വണ്ടിയിൽ വരുമ്പോൾ ഉസ്താദേ ടെസ്റ്റിന് കൊടുത്തിരിക്കുകയാ, റിസൾട്ട് വരാ സമയമായി. ആ സഹോദരിയുടെ സംസാരം പുറത്ത് കേൾക്കുന്നില്ല, വല്ലാതെ കരയുകയാ. കാലിന് നീരുണ്ട് ഉസ്താദ്, കാലിന് നീരുണ്ട് ഉസ്താദ്, എന്റെ ശരീരം മുഴുവനും നീരാണ്, എന്റെ ക്രിയാറ്റിൻ ഇങ്ങനെ മാറിയിരിക്കുന്നു, കരളിന്റെ ടെസ്റ്റിനാണ് കൊടുത്തിരിക്കുന്നത്, ദുആ ചെയ്യണേ, ദുആ ചെയ്യണേ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, ഒരിക്കലും നിങ്ങൾ കരയണ്ട, കാരണം സദഖത്തു റദ്ദുൽ ബലാ, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങളും നിങ്ങളുടെ കുടുംബവും ഒരുപാട് സദഖ കൊടുക്കുന്നവരാ, ഒരിക്കലും പടച്ച റബ്ബ് നിങ്ങളെ കൈവിടൂല. എന്റെ പ്രിയപ്പെട്ടവരെ, പാവങ്ങൾക്കും യതീമീങ്ങൾക്കും പള്ളികൾക്കും മദ്രസകൾക്കും വേണ്ടി ചോദിക്കുമ്പോ പലർക്കും കൊടുക്കാൻ വല്ലാത്ത മടിയാ. സദഖ ചോദിക്കല്ലേ ഉസ്താദ്, പൈസ ചോദിക്കല്ലേ ഉസ്താദ്, ഞങ്ങൾ വരാ, പിരിവുണ്ടെങ്കിൽ ഞങ്ങൾ വരില്ല, എടുക്കുമ്പോ ഓടുപാട്, പിരിക്കാ സമയമാകുമ്പോ ഓടുപാട്. എവിടെ ഓടാനാട് മനുഷ്യ, നാളെ നിനക്ക് വേണ്ടിയും ഇതുപോലെ പിരിവെടുക്കണ്ട വന്നാ നീ എവിടെ ഓടാരാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലല്ലേ പറഞ്ഞത്, സഹാബാ അല്ലാഹുവിന് ചില അടിമകളുണ്ട് സഹാബാ, അവർ ഹോസ്പിറ്റലിൽ പോയിട്ട് ചികിത്സിക്കുന്നവരല്ല, അവർ ലക്ഷങ്ങൾ കൊടുത്ത് ചികിത്സിക്കുന്നവരല്ല, അവർ മരുന്ന് കടിച്ചിട്ട് ചികിത്സിക്കുന്നവരല്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വഹാബാ സദഖ കൊണ്ട് ചികിത്സിക്കുന്ന ചില അടിമകൾ അല്ലാഹുവിനുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. ഈ പരിപാടിയുടെ ചിലവ് കഴിഞ്ഞ് എന്ത് കിട്ടിയാലും അത് പാവപ്പെട്ടവർക്കുള്ളതാ, അത് രോഗികൾക്കുള്ളതാ, അത് ക്യാൻസർ പിടിച്ച് കിടക്കുന്നവര്, കിഡ്നി തകർന്ന് കിടക്കുന്നവര്, കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്നവര്, ഒരു നേരത്തെ അന്നമില്ലാത്ത പാവപ്പെട്ടവർക്ക് കൊടുക്കാനാണ്. അതുകൊണ്ട് സഹോദരങ്ങള്, നിന്റെ കിഡ്നിക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ നിനക്കറിയില്ല. പടച്ചറപ്പേ, അവസാന ഘട്ടങ്ങളിലാണ് അതറിയുന്നത്. ക്യാൻസറിന്റെ അവസ്ഥയും അതുപോലെയാണ്, പല രോഗങ്ങളും അവസാന ഘട്ടമാകുമ്പോഴാ അറിയുന്നത്. അതുകൊണ്ട് ആ രോഗത്തെ തട്ടി മാറ്റണോ, അതാ റസൂലുള്ളാഹി തങ്ങളല്ലേ പറഞ്ഞത്, സദഖത്തു റദ്ദുൽ ബലാ, സദഖ
വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോ സംഘാടകർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാ. കൈകെട്ടിയിരിക്കേണ്ടവർക്ക് ഇരിക്കാം, ഉറക്കം നടിക്കേണ്ടവർക്ക് നടിക്കാം, എഴുന്നേറ്റ് പോടേണ്ടവർക്കോടാ, പടച്ചവരെ കൊടുക്കേണ്ടവർക്ക് കൊടുക്കാം. മോനെ, നീ നാളെ നിന്റെ വീടും നിന്റെ പറമ്പും നിന്റെ സമ്പാദ്യവും സർവ്വതും വെച്ച് ചികിത്സിക്കുന്ന ഒരു രോഗമെങ്ങാട് അല്ലാഹു നിനക്ക് തരാ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ കരിച്ചു കളയാൻ ഈ സദഖയ്ക്ക് കഴിയുമല്ലോ. അപ്പൊ വരുന്നതിന് മുമ്പേ ചികിത്സിക്കുന്നത് നല്ലതല്ലേ എന്ന് വഴുത് കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്ന നീ, പടച്ചവരെ എന്തെങ്കിലും നിനക്ക് സംഭവിച്ചിട്ട് നിന്റെ കൈകാലുകൾ നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ വരാൻ അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ തട്ടിമാറ്റാൻ ഒരു സദഖയെ കൊണ്ട് കഴിയുമല്ലോ. പെങ്ങളെ, ബാത്റൂമിന്റെ അകത്ത് കയറുമ്പോ ഒന്ന് കാല് തെറ്റി താഴെ വീണാ മതി പെങ്ങള്, സർവ്വതും തീർന്നു പൊന്നുമോള്. അങ്ങനൊരവസ്ഥയിൽ നിന്ന് പടച്ചറപ്പ് നിന്നെ രക്ഷപ്പെടുത്താൻ സദഖയ്ക്ക് കഴിയുമല്ലോ. അതുകൊണ്ട് സംഘാടകർ കടന്നു വരികയാ. ഉറക്കം നടിക്കല്ലേ, അഭിനയിക്കല്ലേ വാപ്പാ, അഭിനയിക്കല്ലേ പെങ്ങള്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞ മാസമാ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ, ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞ മാസമല്ലേ. റഹ്മത്തിന്റെ മാലാകമാരി മജ്ലിസ് വളഞ്ഞു നിൽക്കുകയാണ്. ഓരോ മനുഷ്യന്റെ തലയുടെ മുകളിൽ അല്ലാഹുവിന്റെ മലക്കുകളുണ്ട്. ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത, പാപം പറയാത്ത, പാപം കാണാത്ത, അല്ലാഹു കൊടുത്ത ആയുസ് മുഴുവനും അല്ലാഹുവിന് ശുക്ർ ചെയ്യുന്ന അല്ലാഹുവിന്റെ മലക്കുകൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും തലയുടെ മുകളിൽ നിൽക്കുകയാ. ഇത് പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ്, രോഗികൾക്ക് വേണ്ടിയാണ്, യതീമീങ്ങൾക്ക് വേണ്ടിയാണ്. ഇവർ നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോ പോക്കറ്റിന്റെ അകത്ത് അടുക്കി വെച്ചിരിക്കുന്ന പൈസയിൽ നിന്നൊരൽപ്പമങ്ങാടം നീ എടുത്തതിനകത്തേക്ക് ഇട്ടുകൊടുത്താൽ അല്ലാഹുവിന്റെ മലക്ക് നിന്റെ തലയുടെ മുകളിൽ നിന്നിട്ട് റബ്ബിനോട് ദുആ ചെയ്യുന്നു, നീ കൊടുത്തതിൽ നിന്നൊരൽപ്പം കൊടുത്തവനാ അല്ലാ, ബറക്കത്ത് ചെയ്യണേ അല്ലാ. അല്ലാഹു തന്നത് പോക്കറ്റിന്റെ അകത്ത് വെച്ചിട്ട് നീ അതാ മിണ്ടാതെ ഇരുന്നാൽ, നീ കൊടുക്കാതെ ഇരുന്ന അല്ലാഹുവിന്റെ മലക്കുകൾ എപ്പോഴും ദുആ ചെയ്യും, അല്ലാ ഇവനെ പിടിച്ചു വെച്ചതുപോലെ നീയും പിടിച്ചു വെക്കണേ അല്ലാ. കച്ചവടത്തിന്റെ ലാഭം കുറയും വാപ്പാ, ഗൾഫിൽ നിന്ന് വരുന്ന വരവ് കുറയും വാപ്പാ, പിന്നെ നിന്റെ ജീവിതത്തിൽ വല്ലാത്ത പ്രയാസമാ. അതുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുക്കൂ. അല്ലാഹുവേ, അല്ലാഹുവേ, ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുക്കുന്നു അവനെ നീ കൈവിടല്ലേ അല്ലാ, അറുത്തു മുറിക്കല്ലേ അല്ലാ, കണ്ണുനീര് കുടിപ്പിക്കല്ലേ അല്ലാ, അവരുടെ കുടുംബത്തിന്റെ സന്തോഷം നഷ്ടപ്പെടുത്തല്ലേ അല്ലാ. സമ്പാദിച്ചത് മുഴുവനും വെച്ച് ചികിത്സിച്ചാലും മാറാത്ത ഒരു രോഗവും കൊടുക്കല്ലേ അല്ലാ. ഏതെങ്കിലും മാരകമായ ക്യാൻസർ പോലെ, ട്യൂമർ പോലെ, ഏതെങ്കിലും പുറത്ത് പറയാൻ പഠിക്കുന്ന മാരകമായ രോഗത്തിന്റെ അണുക്കൾ അവരുടെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ കൊടുക്കുന്ന സദഖയുടെ ബറക്കത്ത് കൊണ്ട് കരിച്ചു കളയണേ അല്ലാ, രക്ഷപ്പെടുത്തണേ അല്ലാ. എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് ബക്കറ്റ് കൊണ്ടുപോകുന്ന രണ്ട് ചങ്ങാതിമാർക്ക് 3 പേർക്ക് ഇത്തിരി സ്പീഡ് കൂടുതലാണ്. കാരണം നിങ്ങളുടെ വീട് വെക്കാനല്ലല്ലോടോ പിരിവെടുക്കണേ, നിങ്ങളുടെ പെമ്മക്കളെ കെട്ടിക്കാനല്ലല്ലോ. നിങ്ങൾക്ക് സ്വർഗം വേണോ, നിന്ന് പൈസ മേടിച്ചോ, ഓൻ ചിരിച്ചോണ്ടിടക്കാം. നിങ്ങൾക്ക് ആർക്കും വീട് വെക്കാനല്ലല്ലോ, പിന്നെ ഇതിനെ നാണം കിടന്ന് ആ വെള്ള ഉടുപ്പിട്ട കാക്കായ്ക്ക് ഭയങ്കര സ്പീഡ്. ആ ചങ്ങായിയുടെ പേരെന്തോ, ഷഫീറ, നീ ഇങ്ങനെ ഓടുന്ന എന്താ മോനെ, പതുക്കെ പോ ചങ്ങാതി, നീ പൈസ പിടിച്ചിട്ട് വന്നാൽ മതി, നിനക്ക് സ്വർഗത്തിൽ പോകാൻ ഈ വഴിയേ ഉള്ളൂ. പെണ്ണുങ്ങളെടുത്ത് ബക്കറ്റ് കൊണ്ടുപോകണവരോട് അങ്ങനെ തന്നെ ഇൻഷാ അല്ലാഹ് വേണ്ടവര് കൊടുക്ക്. തലയുടെ മുകളിൽ മലക്ക് നിൽക്കുന്നുണ്ട്. ഉസ്താദ് ദുആ ചെയ്യണ പോലെയല്ല, മലക്ക് ദുആ ചെയ്ത ആ ചങ്ങാതി ദുആ ചെയ്ത അപ്പ അല്ലാഹ് സ്വീകരിക്കും. വെറുതെ ചോദിച്ചു പണി വാങ്ങരുത്. അല്ലാഹു കാക്കുമാറാകട്ടെ. 3 സലാത്ത് പറ. സ്വല്ലല്ലാഹു صلى الله على محمد صلى الله
അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതത്തിലെ സർവ്വ പ്രയാസങ്ങളും സർവ്വ ഇടങ്ങേറുകളും അള്ളാഹു മാറ്റി തരുമാറാകട്ടെ. വെള്ളം ഒഴിച്ച് കുടിച്ചത് വേറൊന്നുമല്ല കേട്ടാ. ശരിയാ, വെള്ളം ഒഴിച്ച് കുടിച്ചില്ലെങ്കിൽ കരള് വാടിപ്പോന്നല്ലേ പറയണേ. ശരി, അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാകട്ടെ. നല്ല ചൂടുണ്ടല്ലേ ഉസ്താദേ? ഇതൊക്കെ എന്തോ ചൂട്. ഞാൻ 2 ദിവസം മുമ്പ് എനിക്ക് മണ്ണാർക്കാട് പരിസരത്തെ വയത് 42 ചൂട്. ട്രെയിനിൽ ഇരുന്ന് ഉറങ്ങിപ്പോ. എന്താണെന്നറിയില്ല, ഇപ്പൊ വലിയ ഉറക്കം. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങേണ്ടതിന് പകരം കിടന്നുറങ്ങി. അടുത്ത സ്റ്റോപ്പ് കോയമ്പത്തൂരേ ഉള്ളൂ. ആ ട്രെയിൻ അടുത്ത് നിർത്തുന്ന കോയമ്പത്തൂരാ. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റപ്പോഴത്തേക്ക് റെയിൽവേ ക്രോസ് ചെയ്തു. പിന്നെ ഇങ്ങനെ എഴുന്നേറ്റിരുന്നു. TTRോട് ചോദിച്ചോൻ പറഞ്ഞു ഇനി അവിടെ ഉള്ളൂ, തിരിച്ചു വരണമെങ്കിൽ 6 മണിക്ക് ട്രെയിൻ ഉണ്ടെന്ന് പറഞ്ഞു. സംഘാടകരാകെ ടെൻഷൻ അടിച്ച് നിൽക്കുക. ട്രെയിൻ ഇങ്ങനെ അള്ളാന്റെ വർക്കത്ത് കൊണ്ട് കുറേ ഓടിയതിനു ശേഷം റെയിൽവേ കൊണ്ട് നിർത്തി. അപ്പുറം ഇപ്പുറവും കാട്. അപ്പൊ പോകുന്ന വഴിയിലൊരു റെയിൽവേ ക്രോസ് കണ്ടു, മലയാളവും കണ്ടു. രണ്ടും കൽപ്പിച്ച് അവിടെ ഇറങ്ങിയിട്ട് 2 കിലോമീറ്റർ പാളത്തിൽ കൂടെ വെയിലത്ത് നടന്നു. അപ്പോഴാ പരലോകം ഓർമ്മ വന്നേ. നമ്മുടെ അതാണ് പരലോകം. ഇതൊക്കെ എന്തുപ്പാ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന 3, ചിലരൊക്കെ വാച്ച് ചെയ്ത് നോക്കുന്നു. 11:15 ഉസ്താദേ, 11:30 നിർത്താന്ന് പറഞ്ഞല്ലേ. ഇനി 15 മിനിറ്റ് ഇല്ലേപ്പാ. 2 ഇല്ലേ പറഞ്ഞുള്ളൂ. ഒരു 2 കൂടെ കേട്ടിട്ട് പൊക്കൂടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇരിക്കല്ലേ, അത് നിർത്തണ. എനിക്ക് നാളെ രാവിലെ ആ ട്രെയിൻ. എന്താ പറയണോന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. പൈസ ചോദിക്കുമ്പോൾ ഇതുപോലെ പൊക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 3 അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന 3ാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? സുജൂദ് ചെയ്യുന്ന ഒരു മനുഷ്യന് കിട്ടുന്ന 3ാമത്തെ പ്രതിഫലം എന്താ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ജീവിതത്തിൽ പാപം ചെയ്യാത്ത ആരുമില്ലല്ലോ. കള്ളു കുടിച്ചവരുണ്ട്, വ്യഭിചരിച്ചവരുണ്ട്, പരിശുദ്ധന്നവരുണ്ട്, അഹങ്കരിച്ചവരുണ്ട്, നിസ്കരിക്കാത്തവരുണ്ട്, ഭാര്യയെ വഞ്ചിച്ചവരുണ്ട്, ഭർത്താവിനെ വഞ്ചിച്ചവരുണ്ട്, മാതാപിതാക്കളെ വേദനിപ്പിച്ചവരുണ്ട്, അവരെ കളിപ്പിച്ചവരുണ്ട്, പറ്റിച്ചവരുണ്ട്, വഞ്ചിച്ചവരുണ്ട്. പാപം ചെയ്യാത്ത ആരുമില്ലല്ലോ. ഈ കാണുന്ന ഓളമൊന്നുമല്ലല്ലോ സിറാജ്. ആരാണെന്ന് എനിക്കും അല്ലാഹുവിനുമല്ലേ അറിയൂ. എടാ, നിന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് നിനക്കും അല്ലാഹുവിനുമല്ലേ അറിയൂ. നീ മലക്കല്ലല്ലോ, മനുഷ്യനാണല്ലോ. കുല്ലു ബനി ആദമ ഖതാഉൻ വ ഖൈറുൽ ഖതാഈന അത്തവ്വാബൂ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, ആദം സന്തതികൾ മുഴുവനും പാപം ചെയ്യുന്നവരാ. ആദമിന്റെ മക്കൾ മുഴുവനും പാപം ചെയ്യുന്നവരാണ്. എത്ര വലിയ മഹാനാണെന്ന് പറയുന്നവനും ജീവിതത്തിൽ തെറ്റ് ചെയ്തവനാണ്. അതുകൊണ്ട് റസൂലുള്ള പറഞ്ഞു, നിന്റെ പാപങ്ങളെ കഴുകണ്ട്. പാപം ചെയ്യുന്നവരിൽ ഏറ്റവും നല്ല മനുഷ്യൻ ആരെന്നറിയുമോ? ആ പാപങ്ങളെ പടച്ച റബ്ബിന്റെ മുന്നിൽ ഏറ്റു പറയുന്നവരാ. ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ്. ഈ പാപം എവിടെ കൊണ്ട് കഴുകാനാണ്? ഈ പാപം എവിടെ കൊണ്ട് കഴുകാനാണ്? പടച്ചവരെ, മക്കത്ത് പോയിട്ട് ഹജറുൽ അസ്വദ് മുത്തണമെന്ന് കൊതിയുള്ളവരുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞല്ലോ, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞല്ലോ, ഏതെങ്കിലും ഒരു മനുഷ്യൻ ഹജറുൽ അസ്വദ് ചെന്നിട്ട് ചുംബിച്ചാൽ അവന്റെ പാപങ്ങൾ മുഴുവനും പുറത്തു കൊടുക്കുമെന്നാ. പക്ഷേ ഇപ്പം പോകാൻ പറ്റാത്ത സാഹചര്യമാണല്ലോ. പൈസ ഇല്ലാത്തവരുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, പാപം പൊറുക്കാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞു തരട്ടെ. പൈസ ചെലവില്ലല്ലോ, കഷ്ടപ്പാടില്ലല്ലോ, പ്രയാസമില്ലല്ലോ, ഉറക്കപൊടിയുണ്ടല്ലോ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ,
അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്ന ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ മുന്നിലേക്ക് സുജൂദിലേക്ക് വീഴുമ്പോൾ അതാ നിന്റെ ശരീരം കൊണ്ട്, നിന്റെ കൈ കൊണ്ട്, നിന്റെ കാല് കൊണ്ട്, നിന്റെ കണ്ണുകൊണ്ട്, നിന്റെ ചെവി കൊണ്ട്, നിന്റെ നാവ് കൊണ്ട്, നിന്റെ സർവ്വ ശരീരത്തിന്റെ സർവ്വ അവയവങ്ങളും കൊണ്ട് ചെയ്ത പാപമുണ്ടല്ലോ, ആ പാപങ്ങൾ നിന്റെ പിരടിയുടെ മുകളിലേക്ക് വരികയാ, നിന്റെ പിരടിയുടെ മുകളിലേക്ക് വരികയാ. നിന്റെ ശരീരം കൊണ്ട് ചെയ്ത പാപങ്ങൾ മുഴുവനും നിന്റെ തലയുടെ മുകളിൽ വന്നിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനതാ ഉണക്കമരം ഇങ്ങനെ ഉലുക്കുകയാണ്. ഇല ഉണങ്ങി നിൽക്കുന്നവരും മരം കുലുക്കിയിട്ട് റസൂലുള്ള പറഞ്ഞു കൊടുത്തു, സ്വഹാബാ, ഈ മരത്തിൽ നിന്ന് ഇലകൾ പൊഴിഞ്ഞു വീഴുന്നത് പോലെ ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദിൽ കിടക്കുമ്പോ അവന്റെ പാപം അവന്റെ തലയുടെ മുകളിൽ നിന്ന് പൊഴിഞ്ഞു വീഴുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപങ്ങൾ പൊറുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ എവിടെ പറഞ്ഞല്ലോ, അതാ സുജൂദിൽ കിടക്കുന്ന സമയം നിന്റെ തലയുടെ മുകളിൽ വന്ന് നിൽക്കുന്ന പാപങ്ങൾ മുഴുവനും പൊടിഞ്ഞു വീഴുകയാ. പാപം പൊറുക്കാറുള്ള വഴിയാണ് പെങ്ങള്, പാപം പൊറുക്കാറുള്ള വഴിയാ. പക്ഷേ പലരും സുജൂദ് ചെയ്യാറില്ലല്ലോ. ഒരു ചെറിയ ഒരു നടുവേദനയുടെ പേര് പറഞ്ഞിട്ട്, എന്തെങ്കിലും ഒരു ചെറിയ രോഗത്തിന്റെ പേര് പറഞ്ഞിട്ട് കസേരയിലിരുന്ന് നിസ്കരിക്കുന്ന ഉപ്പമാരെ, കസേരയിലിരുന്ന് നിസ്കരിക്കുന്ന ഉമ്മമാരെ, എന്തേ നിങ്ങൾ ചിന്തിക്കാത്തത്? ഇന്ന് പള്ളിക്കകത്തേക്ക് കടന്നു ചെന്നാൽ പള്ളിക്കകത്ത് കസേര നിരത്തിയിട്ടിരിക്കുകയാണ്. എന്ത് ചെറിയ പ്രയാസമുള്ളവന് മൂടി വന്ന് കസേരയിലിരുന്ന് നിസ്കരിക്കുന്ന കാലമാ. എന്റെ പ്രിയപ്പെട്ട ഉപ്പാ, നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ ഇരുന്ന് നിസ്കരിക്കണമെന്നാണ്. ഇരുന്ന് നിസ്കരിക്കണമെന്ന് പറഞ്ഞാൽ കസേരയിലിരുന്ന് നിസ്കരിക്കണമെന്നല്ല. നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ ഇരുന്ന് നിസ്കരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാരും കസേരയിൽ ഇരുന്ന് ആരാപ്പ പള്ളിക്ക തറയിൽ ഇരുന്ന് നിസ്കരിക്കണമെന്നാ. അതിന് പറ്റാത്തവനാ. ഈ പള്ളിക്കകത്ത് കസേരയിൽ ഇരുന്ന് നിസ്കരിക്കുന്ന വാപ്പാനോട് കുനിയാൻ പറഞ്ഞാൽ പറയും, വയ്യുസ്താദെ വയ്യുസ്താദെ, ഒരു 2000-ന്റെ നോട്ട് അങ്ങോട്ട് പറക്കിയിട്ടിട്ട് പറക്കാൻ പറഞ്ഞു വയ്ക്കേ. ചാടിക്കിടന്ന് പറക്കുന്ന കാണാം. അപ്പൊ വാപ്പായ്ക്ക് കുനിയാം. അപ്പൊ വേണോന്ന് വെച്ചാ കുനിയാം. അപ്പൊ നിനക്ക് വേണോന്ന് വെച്ചാ കുനിയാ. ഒരെണ്ണം കൊടുത്താൽ താഴെ കിടക്കുന്ന കാണാം. അപ്പൊ കുഴപ്പമില്ല വാപ്പായ്ക്ക്. പക്ഷെ സുജൂദ് വയ്യ, അഭിനയം. അല്ലാഹു കാക്കുമാറാകട്ടെ. അള്ളാടെ മുന്നിൽ തലകുനിക്കാൻ പറ്റാത്ത രോഗം നിനക്ക്? ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. എനിക്കതിന് ഇതുവരെ മനസ്സിലാകാത്തൊരു മസലയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ ഇരുന്ന് നിസ്കരിക്കാൻ പറഞ്ഞു. നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും ഒരു മനുഷ്യൻ പള്ളിയിൽ ജമാഅത്ത് നിസ്കാരത്തിന് ഇരുന്ന് നിസ്കരിക്കുന്ന കണ്ടിട്ടുണ്ടോ തറയില്? ഇല്ല. ആദ്യം പള്ളി കമ്മിറ്റിക്കാരന്മാരെ തല്ലണം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആ കസേര പറക്കി അവന്റെ ഒക്കെ വീട്ടിൽ കൊണ്ടിടണം. നശിപ്പിക്കുന്നത് കമ്മിറ്റിക്കാരാ. പള്ളിക്കകത്ത് കുറെ കസേരയും വാരിയിട്ടിട്ട് ഓനും അതിനകത്തല്ലേ ഇരിക്കണേ. പടച്ചവനെ അല്ലാഹു അലം. സമ്മതിക്കരുത് സഹോദരങ്ങളെ. പറ്റാത്തവരുടെ കാര്യം പോകട്ടെ, ഒട്ടും വയ്യാത്തവരുടെ കാര്യം അതുപോലെ എല്ലടോ. താഴെ ഇരിക്ക്. അള്ളാടെ മുന്നിൽ തറയിൽ സുജൂദ് ചെയ്താ കിട്ടുന്ന പ്രതിഫലം കസേരയെ വെച്ചാ കിട്ടുവോ? റുക്കുവും സുജൂദും ഒന്നുപോലെ തന്നെ അഭിനയം. ചെറുപ്പക്കാരൻ വന്ന് കയറിയിരിക്കുന്ന നടുവേദന. അല്ലാഹു അലം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇവിടെ തറയിലിരുന്ന് നോക്കടോ ഉപ്പ. ഞാൻ പറയുന്നത് നീ താഴെ ഇരിക്ക്. താഴെ ഇരുന്നിട്ട് നിനക്ക് സുജൂദ് ചെയ്യാൻ പറ്റിയാൽ അങ്ങനെ ചെയ്യും. അതിനെ പറ്റില്ലെങ്കിൽ അവിടെ ഇരുന്ന് ചെയ്യെങ്കിലും ഉണ്ടല്ലോ ഒത്തിരി. ഇതങ്ങനല്ല ഒരു ഡെസ്ക് എടുത്ത് വെച്ചിട്ട് അതിനകത്ത് ഇങ്ങനെ മുട്ടിക്കാം. പറ്റാത്തവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യും. നീ ഭൂമിയിൽ സുജൂദ് ചെയ്യുമ്പോൾ കയ്യും കാലും സർവ്വതും നിന്റെ ശരീരം കൊണ്ട് ചെയ്ത പാപം മുഴുവൻ ഈ പെരടിയുടെ മുകളിൽ വന്ന് നിൽക്കും. ഉണക്ക മരത്തിൽ നിന്ന് ഇലകൾ പൊഴിഞ്ഞു വീഴുന്നത് പോലെ നീ സുജൂദി കിടക്കുമ്പോൾ നിന്റെ പാപങ്ങൾ മുഴുവനും പൊഴിഞ്ഞു പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയും വലിയ പ്രതിഫലം. ആ ഒരു പ്രതിഫലമല്ലേ നീ നഷ്ടപ്പെടുത്തി കളയുന്നേ? മക്കത്ത് പോയ ഹജറുൽ അസ്വദ് മുത്താൻ നിന്നെ കൊണ്ട് പറ്റുമോ? എങ്ങനെ മുത്താനാ? അല്ലാഹു അലം. പഠിച്ചവനെ കാണാൻ പറ്റുന്നില്ലല്ലോ, പിന്നല്ലേ മുത്തല്.
ഒന്ന് കയറി മുത്താൻ പോയി നോക്കണം. പണ്ട് ഞാൻ ഒന്ന് മുത്താൻ പോയതാ. അല്ലാഹുവേ, അവസാനം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആ വേദന മാറാൻ ഇവിടെ ഈ പട്ടാമ്പി ഭാഗത്ത് ഇവിടെ കുറേറ് കുട്ടി എന്ന് പറഞ്ഞൊരു വൈദ്യരുണ്ട്. അദ്ദേഹത്തിന്റെ ഇടയ്ക്ക് പോയി കഷായം കുടിച്ചിട്ടാ മാറിയത്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇവിടെ മനസ്സിലാക്കേണ്ടതാ ഞാൻ പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 3 സുജൂദിൽ കിടക്ക്, നിന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, നിന്റെ പദവി ഉയരും. സുജൂദിൽ കിടക്കുന്നതനുസരിച്ച് നിനക്ക് അല്ലാഹു പദവികൾ ഉയർത്തി തരും. നിനക്ക് അല്ലാഹു സ്ഥാനക്കയറ്റം തരികയാണ്. നിനക്ക് വല്ലാത്ത ഒരു സ്ഥാനം കിട്ടുകയാ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, ദുനിയാവിലും ആഖിറത്തിലും നിങ്ങൾക്ക് തന്നെ അറിയുമല്ലോ, നിങ്ങൾ പലരെയും ബഹുമാനിക്കുന്നവരുണ്ടല്ലോ. പടച്ചവനെ, സയ്യിദന്മാരെയും പണ്ഡിതന്മാരെയും മാത്രമല്ല, ഈ നാട്ടിലെ പല കാരണവന്മാരെയും നിങ്ങൾ പ്രായം കൊണ്ട് മാത്രമല്ല അവരെ ബഹുമാനിക്കുന്നത്. അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദിൽ കിടന്നപ്പോൾ അല്ലാഹു അവർക്ക് കൊടുത്ത സ്ഥാനമാണ്, അല്ലാഹു അവർക്ക് കൊടുത്ത പദവിയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹു നിനക്ക് സ്ഥാനക്കയറ്റം തരികയാ. അത് മാത്രമല്ല, ഈ സദസ്സിലിരിക്കുന്ന ഓരോ മനുഷ്യന്റെയും ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം എന്താണ്? നിസ്കരിക്കുന്നവനും നിസ്കരിക്കാത്തവനും, അല്ലാഹുവിനെ വഴിപ്പെടുന്നവനും വഴിപ്പെടാത്തവനും, എല്ലാ ആണിന്റെയും പെണ്ണിന്റെയും ആഗ്രഹം എന്തെന്നറിയുമോ? സ്വർഗത്തിൽ പോകണമെന്നാ. നിനക്ക് സ്വർഗം വേണോ? നിനക്ക് സ്വർഗം വേണോ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സ്വർഗമാണ് പ്രതിഫലം സുജൂദ് ചെയ്യുന്ന മനുഷ്യ. നിനക്കറിയുമോ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യനതാ നമസ്കാരം കഴിഞ്ഞ് മുസല്ലയിൽ നിന്ന് എഴുന്നേൽക്കുകയാ. നാളെ രാവിലെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് അസ്വലാത്തു ഖൈറും രാവിലെ നിങ്ങളുടെ വല്ലപ്പുഴ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് സുബഹി ബാങ്ക് വിളിച്ചു. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് പല്ല് തേച്ച് ഉളുവെടുത്ത് നല്ല വസ്ത്രം ധരിച്ച് പള്ളിയിലേക്ക് നിസ്കരിക്കാമെന്നോ. നിങ്ങളൊക്കെ ഉളുവെടുത്ത് നിങ്ങളെ നിസ്കാര റൂമിന്റെ അകത്ത് കടന്നു ചെന്ന് മുസല്ല വിരിച്ചു. എന്നിട്ട് പടച്ച റബ്ബേ, സുബഹി ജമാഅത്തായി നിസ്കരിക്കുകയാണ്. പെണ്ണുങ്ങളെ, നിങ്ങളെ സുബഹി ഒറ്റയ്ക്ക് നമസ്കരിക്കുകയാണ്. നമസ്കാരം കഴിഞ്ഞു, നമസ്കാരം കഴിഞ്ഞു. ആ നമസ്കാരം കഴിഞ്ഞ് മുസല്ലയിൽ നിന്ന് എഴുന്നേക്കുമ്പോ അതാ ഒരു മലക്ക് കാത്തു നിൽക്കുകയാ, ഒരു മലക്ക് കാത്തു നിൽക്കുകയാ. ആ നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേക്കുന്ന നിന്റെ കയ്യിൽ പിടിച്ച് മുസാഫഹത്ത് ചെയ്യുകയാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എടാ, ഒരു വഖത്ത് നമസ്കാരം കഴിഞ്ഞ് മുസല്ലയിൽ നിന്ന് നീ എഴുന്നേക്കുമ്പോ അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദിൽ കിടന്നിട്ട് നീ എഴുന്നേക്കും.